ക്ലാസ്സിൽ നമ്മൾ ശ്രീ മഹാഗണപതിയെക്കുറിച്ചുള്ള നാട്ടരാഗത്തിലുള്ള കീർത്തനം 5 സംഗതി പഠിച്ചിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ 6 സംഗതി നമുക്ക് പഠിക്കാം. 6 സംഗതിയോടുകൂടി പല്ലവി തീരും. ആരോഹണ അവരോഹണ പാടിയിട്ട് സ്വരവും സാഹിത്യമായിട്ട് നമുക്ക് പഠിച്ചു നോക്കാം. സരി ഗമ പധ നീ സാ സാനി പമ ഗമ രേ സാ. സരി ഗമ പധ നി സാ സാനി പമ ഗമ രേ സാ. മാ പ മാ മഗ പമ രേ സാ നി സാ സാ സരി ഗ മാ പ നി മ പ മ ഗ പ മ രേ സാ രി സാ സാ സരി ഗ ഗ മ പ നി സാ നി പ മ മ ഗ പ മ രേ സാ രി സാ സാ പ പ മ രി സ രി ഗ ഗ മ പ നി സാ രി സാ നി പ മ രേ 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 സാ നി നി പ രേ രേ സാ നി പ മ ഗ മ മാ പ മാ പ മാ മ ഗ പ മ രേ മാ പ മാ മ ഗ പ മ രേ പ സാ നി പ മ മ രേ മ രേ സ സ രി ഗ മ. ഇനി 6ാമത്തെ സംഗതി പാടി നോക്കാം. മാ പ മാ മ ഗ പ മ രേ സ സ വസിഷ്ഠ വാമ ദേവാദിവന്ദിത സ സാ പ മാ പ ഗ മ പ രേ സ നി പ മ മാ പ മാ പ മാ മ ഗ പ മാ പ മാ മ ഗ പ മ രേ സ സാ പ മാ പ ഗ മ പ രേ സ നി പ മ മാ പ മാ മ ഗ പ മ രേ സ സാ പ മാ പ ഗ മ പ രേ സ നി പ മ മാ പ മാ മ ഗ പ മ രേ സ സാ പ മാ പ ഗ മ പ രേ സ നി പ മ. 6ാമത്തെ സംഗതിയുടെ സ്വരമാണ് പാടിയത്. ഒന്നുകൂടി പാടാം. മാ പ മാ മ ഗ പ മ രേ സ സാ പ മാ പ ഗ മ പ രേ സ നി പ മ. ഇനി അതിൻ്റെ സാഹിത്യം ഒന്ന് പാടി നോക്കാം. മാ ഘ മാ പ മാ ഘ മാ മ ഗ ഗണ പ മ രേ പതിം മാ ഘ ഗണപതിം മാ ഘ ഗണപതിം വസിഷ്ഠ വാമ ദേവാദിവന്ദിത സ സാ പ മാ പ ഗ മ പ രേ സ നി പ മ സ സാ പ മാ പ വസിഷ്ഠ വാമ ഗ മ പ ദേവ രേ സ നി പ മ ദിവന്ദിത വസിഷ്ഠ വാമ ദേവാദിവന്ദിത സ സാ പ മാ പ ഗ മ പ രേ സ നി പ മ മാ പ മാ മ ഗ പ മ രേ സ സാ പ മാ പ ഗ മ പ രേ സ നി പ മ മാ ഘ ഗണപതിം വസിഷ്ഠ വാമ ദേവാദിവന്ദിത മാ പ നി മ പ മ ഗ പ മ രേ മാ പ നി മ പ മ ഗ പ മ രേ മാ ഘ ഗണപതിം മാ പ നി മ പ മ ഗ പ മ രേ മാ ഘ ഗണപതിം സാ മാ പ നി മ പ മ ഗ പ മ രേ സാ മാ ഘ ഗണപതിം ആ
പല്ലവി മൊത്തവും പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ സ്വരവും സാധ്യമായിട്ട് നിങ്ങളും പാടി പഠിക്കണം. അടുത്തതായിട്ട് നമുക്ക് സമഷ്ടിചരണമാണ് പഠിക്കാനുള്ളത്. സമഷ്ടിചരണം കഴിഞ്ഞിട്ട് മധ്യമകാലം, പിന്നെ ചിട്ടസ്വരം. അങ്ങനെയാണ് ശ്രീ മഹാഗണപതിയെക്കുറിച്ചുള്ള നാട്ടരാഗത്തിലുള്ള കീർത്തനം.